കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് വീണ്ടും ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് യുഡിഎഫിലെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരാനിരിക്കെ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിലെ ഈ ചർച്ചകൾ സജീവമായതോടെ വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല. വിവാദങ്ങൾ അനാവശ്യവും സമയാതീതവുമാണെന്ന നിലപാടാണ് അദ്ദേഹം വ്യക്തമായി മുന്നോട്ടുവച്ചത്. ആദ്യഘട്ടത്തിൽ യുഡിഎഫ് അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രിയായി രമേശ് ചെന്നിത്തലയെ പരിഗണിക്കണമെന്ന് തുറന്നുപറഞ്ഞത് കെപിസിസി മുൻ അധ്യക്ഷൻ കെ സുധാകരനായിരുന്നു. കോൺഗ്രസിലെ മുതിർന്ന നേതാവെന്ന നിലയിൽ അനുഭവസമ്പത്തും ഭരണപരിചയവും ചെന്നിത്തലയെ മുന്നിൽ നിർത്തുന്ന ഘടകങ്ങളാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പിന്നീട് നിലപാട് തിരുത്തി എഐസിസി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും അനുയോജ്യനാണെന്ന അഭിപ്രായം സുധാകരൻ പങ്കുവച്ചതോടെ വിവാദം കൂടുതൽ ശക്തമായി. ഈ സാഹചര്യത്തിലാണ് പ്രതികരണവുമായി രംഗത്തെത്തിയ രമേശ് ചെന്നിത്തല വിഷയത്തെ വളരെ സൂക്ഷ്മമായി സമീപിച്ചത്. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി അദ്ദേഹം പറഞ്ഞത് സുധാകരൻ എന്റെ അടുത്ത സുഹൃത്താണ് എന്നൊരു ലഘുപ്രതികരണമായിരുന്നു. എന്നാൽ അതിനു പിന്നിലെ സന്ദേശം വ്യക്തമായിരുന്നു. വ്യക്തിപരമായ പ്രതികരണങ്ങളിലൂടെ വിവാദം ശക്തിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറല്ല. സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചർച്ചകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ സോഷ്യൽ മീഡിയയുടെ പ്രാധാന്യം അംഗീകരിച്ചെങ്കിലും അതിലൂടെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനാകില്ലെന്ന കാര്യത്തിൽ ചെന്നിത്തല ഉറച്ചുനിന്നു. സാമൂഹ്യമാധ്യമങ്ങൾ എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള വേദിയാണ്. എന്നാൽ കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് പാർട്ടിയുടെ ഔദ്യോഗിക സംവിധാനങ്ങളിലൂടെയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിനു മുമ്പ് തന്നെ ഇത്തരം ചർച്ചകൾ ഉയർന്നുവരുന്നത് പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തെ ബാധിക്കാമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നു, പക്ഷേ അതിപ്പോഴും എണ്ണിയിട്ടില്ല. ഫലമറിയുന്നതിനു മുമ്പ് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിൽ അർത്ഥമില്ല. ഇത് പ്രവർത്തകരുടെ മനോവീര്യത്തെ ദുർബലപ്പെടുത്താൻ മാത്രമേ സഹായിക്കൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. ഇതിലൂടെ തിരഞ്ഞെടുപ്പ് ഫലത്തെ മുൻനിർത്തിയുള്ള ഏകോപിത പ്രവർത്തനത്തിന്റെ ആവശ്യകതയാണ് ചെന്നിത്തല ഓർമ്മിപ്പിച്ചത്. പാർട്ടിക്കുള്ളിൽ അനാവശ്യമായ വിഭാഗീയതയ്ക്ക് ഇടവർത്തുന്ന പ്രസ്താവനകൾ ഒഴിവാക്കേണ്ടതിന്റെ പ്രാധാന്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തിരഞ്ഞെടുപ്പ് സമയത്ത് ഐക്യവും ശാസ്ത്രീയമായ സംഘടനാ പ്രവർത്തനവുമാണ് വിജയത്തിന്റെ അടിസ്ഥാനമെന്ന സന്ദേശമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമായത്. മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള അന്തിമ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡിന്റേതാണെന്നും അത് പാർട്ടിയുടെ പാരമ്പര്യ രീതികൾ അനുസരിച്ചായിരിക്കും ഉണ്ടാകുകയെന്നും ചെന്നിത്തല വ്യക്തമാക്കി. ഫലം വന്ന ശേഷം ഹൈക്കമാൻഡ് സ്ഥിതിഗതികൾ വിലയിരുത്തി തീരുമാനമെടുക്കും. ആ തീരുമാനം എല്ലാവരും അംഗീകരിക്കുന്നതാണ് കോൺഗ്രസിലെ പതിവ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മത്സരിക്കാത്ത ഒരാൾക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തിന് സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിനും അദ്ദേഹം അതേ നിലപാട് ആവർത്തിച്ചു. ഇത് മുഴുവൻ ഹൈക്കമാൻഡിന്റെ പരിഗണനയിലുള്ള വിഷയമാണെന്ന്. വ്യക്തിപരമായ ആഗ്രഹങ്ങൾക്കുമപ്പുറം പാർട്ടിയുടെ സംയുക്ത തീരുമാനം പ്രധാനമാണെന്ന ആശയമാണ് അദ്ദേഹം മുന്നോട്ടുവച്ചത്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ യുഡിഎഫ് അധികാരത്തിലെത്തുമോ എന്നത് തന്നെ ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. എന്നാൽ അതിനു മുമ്പ് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ചർച്ചകൾ ഉയരുന്നത് രാഷ്ട്രീയമായി സങ്കീർണമായ സാഹചര്യം സൃഷ്ടിക്കാനിടയുണ്ട്. ഇത് മനസ്സിലാക്കിയാണ് ചെന്നിത്തല വിവാദങ്ങളെ ശമിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. മൊത്തത്തിൽ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം കോൺഗ്രസിനുള്ളിലെ ഉൾക്കലഹങ്ങൾ നിയന്ത്രിക്കാനും പ്രവർത്തകരെ ഏകോപിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണെന്ന് വ്യക്തമാണ്. തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ ഐക്യം നിലനിർത്തുക എന്നതാണ് പാർട്ടിക്ക് ഏറ്റവും നിർണായകമെന്ന സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത്. ഇനി എല്ലാ കണക്കുകൂട്ടലുകളും അവസാനിപ്പിച്ച് അന്തിമവിധി അറിയാൻ മെയ് 4 വരെ കാത്തിരിക്കേണ്ടതാണ്. ആ ദിവസം മാത്രമേ യുഡിഎഫിന്റെ ഭാവിയും മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ചകളുടെ യഥാർത്ഥ ദിശയും വ്യക്തമാകുകയുള്ളൂ.